ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് മാർക്കറ്റ് സിമുലേറ്റർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് എപ്പിസോഡ് മൈ ലൈഫ്. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നത് നമ്മുടെ കടയൊക്കെ ഓപ്പൺ ചെയ്യാം. ഞാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി, എന്നാലും ഇപ്പോഴൊന്ന് വീഡിയോ എടുക്കാൻ സാധിച്ച്. ഇത് സറൗണ്ടിങ് സൂപ്പറുണ്ട്, ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കടയൊക്കെ സൂപ്പറായ ഉൾഭാഗം കാണിച്ച് സൗണ്ടൊന്ന് കൂട്ടിട്ട് ഉൾഭാഗം ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്. ഉൾഭാഗം ഇതാണ്. ഇത് പാൻറ്റ് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിന് പൈസ ഇട്ടിട്ട് അങ്ങനെ ഞാൻ കാണിച്ചു തരാം. അവിടെ പോയിട്ട് ഞെക്കണം. എന്നിട്ട് നമുക്ക് അവിടെ ഒന്നെങ്കിൽ പ്ലസ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും. എഴുതിയിടാം 6.75 അത്ര മതി, അല്ലെങ്കിൽ വേണ്ട 8.5 മതി. ഉണ്ട് കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. അത് ഇപ്പോൾ ഞാൻ കാണിച്ചത് ആൾക്കാരൊക്കെ വന്ന് എടുക്കുന്നുണ്ട്. ഇച്ചിരി കൂടി സൗണ്ട് കുറയ്ക്കാം, ഭയങ്കര സൗണ്ട് വരാം. ഇതേ അപ്പുറത്തെ സൈഡ് ഇതിനാണ് ഏറ്റവും കൂടുതൽ വില. ഹാറ്റിനും ഗ്ലാസ്സിനും. പിന്നെ ഇതിന് അത്രയ്ക്ക് വിലയില്ല, പക്ഷെ ബാക്കി എന്തൊക്കെ ഭയങ്കര വിലയാണ്. ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ അത് വീഡിയോ കാണും. ബട്ട് ഞാൻ ചെയ്തത് ആ പൈസ നല്ല വലിയ ഷോപ്പിങ്ങുള്ള 267.05. ചേട്ടൻ നൈസ് ആൾ തന്നെ. ഈ ശരി, അവിടേക്ക് 232 ഇത് കൊടുക്കണം. ഇതവിടുത്തെ പരിപാടി. ഇത് ആയിടണോ? ചേട്ടാ ഹായ്, നെക്സ്റ്റ് വീഡിയോ ഇനി വേണോട്ടാ. ഇനി പുതിയ സാധനങ്ങളൊക്കെ അടുത്ത പ്രാവശ്യം വരും. ചേട്ടാ എന്തേട്ടാ ഒരു ഇതുപോലെ ചേട്ടാ ഇച്ചിരി സാധനങ്ങൾ എടുക്ക്. വില കുറവല്ലേ ഇവിടെ ഒരു സ്ഥലത്തും കിട്ടാത്ത വിലക്കുറവിനാണ് ഞാൻ അവിടെ കൊടുക്കണേ. എന്താ ചേട്ടാ ഇങ്ങനെ ചേട്ടാ? ചേച്ചീനെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ചേച്ചിയുടെ വീട് അപ്പുറത്തല്ലേ? ഇച്ചിരി സാധനങ്ങളൊക്കെ എടുക്കാനായിട്ടാ. ഇതിപ്പോൾ 130 എല്ലാം കുഴപ്പമില്ല. ചേച്ചി ഇത്തിരി എടുത്താൽ മതി. ചേച്ചി ഹായ്. കണ്ണടക്കൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ ചേച്ചി. നല്ല വിലയുണ്ട്. 16.5 അല്ലേ? ഓക്കെ, അപ്പോൾ തരാമല്ലോ. 1000 ആയി. എൻ്റെ പൊന്നെ, 1189 ആയി. ഇച്ചിരി സാധനങ്ങളുള്ളൂ. ഇച്ചിരി സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. ഇവരുടെ കൂടെ അടിച്ചാൽ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാം. കാർഡ് 78.70. ഓക്കെ ഏതല്ലേ? 76 ഓക്കെ 76.70 വീട്ടിൽ പോരാട്ടെ ഗൈസ്. ഇത് വെള്ളക്കൊട്ടാരോ കുറേ നല്ല ചേട്ടാ. എന്തിനാവത്? 162.50. ഈ നിൽക്കുന്ന ഭയങ്കര വില കേട്ടാ ഗൈസ്. 90 വില തോന്നുന്നു. കൃത്യം 90 240.70. ഇത് മുന്നേട്ടാ ദൈവമേ. 1700 അവിടെയില്ല. 1750 ഗായ്സ്. ഇന്നൊരു തകർപ്പ് ഞാൻ തകർക്കും. ഇതൊക്കെ എടുക്കണമെങ്കിൽ വീഡിയോ കാണണം ഗായ്സ്. അതാണ് ഏറ്റവും വലിയ പണി. ഇതാണ് ഇഷ്ടമല്ലാത്ത കാര്യം. അതാ ഗെയിമിൽ. ചേട്ടൻ വേറെ അടുത്ത് ബാഗ് കമ്പനി തുടങ്ങാൻ പോകണ്ട. എന്തോരം ബാഗ് എടുക്കണേ. സാധനങ്ങളൊക്കെ തീർന്നു തുടങ്ങി. നമുക്ക് പുതിയ സാധനങ്ങളൊക്കെ വരുത്തണം ഗായ്സ്. പക്ഷെ ഇതിൽ കുറേ ഇതുണ്ട്. ഹാറ്റ് സൂപ്പർ കേട്ടാ. മോർണിംഗിലേക്ക് സ്കിപ്പ് ചെയ്യാം. നമ്മൾ എത്ര രൂപ കിട്ടിയാവോ നോക്കാതെ തന്നെ സ്കിപ്പ് ചെയ്ത് ഗൈസ്. മോർണിംഗ് ആവണ്ട, നമുക്ക് ഇച്ചിരി സാധനങ്ങൾ വാങ്ങിക്കാം, എന്നിട്ട് മോർണിംഗ് ആക്കാം. അതായിരിക്കും നല്ലത്. സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എനിക്ക്. ഈ ഡ്രസ്സ് സൂപ്പറാട്ടാ, കണ്ടില്ലേ? നമുക്ക് ഇച്ചിരി സാധനങ്ങൾ വാങ്ങിക്കണം. ക്ലോസ് ചെയ്യും, അല്ലെങ്കിൽ ആൾക്കാർ ടൈം പോകും. മുകളിൽ ടൈമുണ്ട്, അത് പോകും പെട്ടെന്ന്. 5 രൂപ ഗൈസ്. ഇതൊക്കെയാണ് ഡെക്കോറത്തിൽ കുറേ സാധനങ്ങളുണ്ട്. നമുക്കൊരു കസേര എന്തായാലും എടുക്കണം. കസേര എടുക്കാമല്ലേ? കസേര വേണ്ടോ? അങ്ങനെ എടുത്തേക്കാം. ശരി, പിന്നെ ഒരു 500 ടേബിൾ എടുത്താലോ? ലോങ് ചെയറും ഉണ്ട്, വേറെ കുറേ ഉണ്ട്. സീറ്റുണ്ട്. ഈ സാധനമൊക്കെ സൂപ്പർ കേട്ടോ. ഇതിലത്തെ മിക്ക സാധനങ്ങളും സൂപ്പർ. പിന്നെ വേറെ സാധനങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. നമുക്ക് ഈ വുഡൻ ടേബിൾ എടുക്കാം. ഓക്കെ, പിന്നെ ഫർണിച്ചേഴ്സിൽ പോവാം. ഫർണിച്ചേഴ്സിൽ കുറേ സാധനങ്ങളുണ്ട്. എൻ്റെ പിന്നെ എന്തോരം സാധനങ്ങളുള്ള. ഹായ്. അത് ക്ലിയർ ആയിട്ട് നമുക്ക് ഇതെടുക്കാം. ഇതുവരെയായിട്ട് ഇവിടെ കൊണ്ടുവന്നുള്ള നമുക്ക് അതെടുക്കാം. കമ്പോട്ട് അതെടുത്തിട്ട് അപ്പോൾ പൈസ ഫുള്ളും പോവും. അത് വേറെ കാര്യം. അങ്ങനെ കുഴപ്പമില്ല. ബൈ. ഇനി അത് വരാൻ ഇനിയൊരു 8 മിനിറ്റുകൾ. ഇത് വരന്തൊക്കെ ആകാശത്ത് നോക്കിക്കണം ഗൈസ്. കാണിച്ചിട്ടേ
ലാലാ ലാല ആകാശത്ത് വെക്കുന്ന മതി. ആ ദൈവമേ വലിയ സാധനമുള്ള ഇതെടുത്തോ. ഇങ്ങനെയാണ് എടുക്കണേ ഗൈസ്. ഇത് നമ്മൾ അകത്തുകൊണ്ട് വെക്കണം. ദൈവമേ സ്റ്റോപ്പ്. ആ അങ്ങോട്ട് വേണ്ട, ഇങ്ങോട്ട് ഇരിക്കും. ഇങ്ങോട്ട് അങ്ങനെ വേണ്ട. ഇവിടെ വെച്ചാൽ ആൾക്കാർക്ക് പോകാൻ പറ്റൂലല്ലോ. അവിടെ വെച്ചാൽ ആൾക്കാർക്ക് പോകാൻ പറ്റുമോ? ഇല്ല, അപ്പുറത്തെ ഇതിലേക്ക് പോകാൻ പറ്റില്ല. അവിടെ നിന്ന് പറ്റില്ല. ഇതെടുത്ത് നമുക്ക് ഇവിടെ വേണോ? അവിടെ ഇരിക്കട്ടെ. വേറെ സാധനം കിട്ടുന്നത് വേറെ സ്ഥലത്ത് ഇരിക്കാം. പുതിയ ഗിഫ്റ്റ് ബോക്സ് വന്നിട്ടുണ്ട്. ആവശ്യമുള്ള സാധനമാണെങ്കിൽ നമുക്കതിന് കാണുന്നത് എടുക്കാം. ഒരാവശ്യമില്ലാത്ത സാധനമാണ് ഗൈസ്. പിന്നെ 49.2 ഉള്ളൂ നമ്മളുടെ കയ്യിൽ പൈസ ആകുള്ളത് ഗൈസ്. നമ്മളിപ്പോൾ എന്ത് ചെയ്യും, എന്ത് പണി? ദൈവമേ 2 കണ്ണട. ആ കണ്ണടയിൽ എനിക്ക് 2 കണ്ണടയിൽ എനിക്ക് വിശ്വാസമുണ്ട്. നമുക്ക് വേറെ എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുമോ? എന്തെങ്കിലും പ്രൊഡക്റ്റ് ലൈസൻസ് ഇനി ഏതെടുത്താലാവോ കിട്ടുക? 2500 ഉണ്ട്, 3500 ഉണ്ട്. ബാക്കി അതിന് മുമ്പത്തൊക്കെ എടുത്തിട്ടുള്ളതാണ്. കുറേ ഉണ്ട്. കുറേ വേണമല്ലോ. കുറേ പൈസ വേണം ഇതൊക്കെ എടുക്കാൻ. കണ്ണടയ്ക്കും ഹാറ്റിനും പിന്നെ ഇതിനൊക്കെ ഭയങ്കര പൈസ കേട്ടോ ഗൈസ്. ഒടുക്കത്തെ പൈസ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ പൈസ. പിന്നെ ചില നിക്കറുണ്ട്, പിന്നെ ഷർട്ടും. ഒരു മെറൂൺ നിക്കർ നിങ്ങൾ വേണ്ട. ആ മെറൂന്നല്ല വൈലിറ്റാനും ഭയങ്കര പൈസ ഗൈസ്. ഒടുക്കത്തെ പൈസ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ പൈസ. എന്ത് ചെയ്യാനാണെന്ന് എനിക്ക് പോലും അറിയില്ല ഗൈസ്. ബാക്കി പിന്നെ വേറെ ഉള്ളതെന്ന് വെച്ചാൽ രാത്രിയായി, സമയം പോട്ടെ, രാവിലെ ആവാറായി. രാത്രി പെട്ടൊന്നുമില്ല. നമുക്ക് നോക്കാം. ഒരു ചേച്ചിയുണ്ട് രാവിലെ 6 മണിക്ക്. വരട്ടെ, എന്താ രസം. രാവിലെ 6 മണിക്ക് ഒരു ചേച്ചി വന്നു. ഏതാ ചേച്ചിയല്ലേ? എവിടെയെങ്കിലും അത്യാവശ്യമായിട്ട് പോകാനായിരിക്കണം. ഒരു ചേട്ടനും വന്നു, 2 ചേട്ടന്മാരും ഒന്നുമില്ല. ഞാൻ ഇതിലായിട്ട് വാങ്ങിച്ചുള്ള പൈസ നമ്മളിപ്പോൾ കണ്ടില്ലേ ഫുഡ്. ഇവിടെ കയറിയിട്ട് ഡെക്കോറും വാങ്ങിക്കാനുള്ള പൈസ പോലും ഇല്ല കൈസ് നമ്മുടെ കയ്യിൽ. അതിന് 2000. പക്ഷേ നമുക്കത് 2 വാങ്ങിച്ചെങ്കിൽ ഇതിന് പകരം 2 സൈഡിലേക്ക് കുഴപ്പമില്ല. വെട്ടം വന്നപ്പോൾ ഏതാ ലെവലല്ലേ? അത് നമുക്ക് ഇവിടെ വരാം. ബാഗ് ചേച്ചി 506. ഓക്കെ ചേച്ചി, വേഗമാട്ടെ എല്ലാവരും വേഗം വാങ്ങിച്ചിട്ട് പോവുക. എനിക്ക് പുതിയ സാധനങ്ങൾ വാങ്ങിക്കാനുള്ളതാണ്. അപ്പൂപ്പനെ അവിടെ കണ്ടിട്ടുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായില്ലേ ഇവിടെ വാങ്ങിക്കാൻ? അതേ മോനെ ഞാനിവിടെ വന്നിട്ടുണ്ടായി. ഞാൻ കണ്ടിട്ടുണ്ടായി അന്ന് കണ്ടിട്ടുണ്ടായി. കുഴപ്പമില്ല. ഞാനിങ്ങനെ വന്ന സൗണ്ട് ഒന്നും കുറച്ചു. അതൊരു സ്പോർട്സ് പൈസ വന്നില്ല. ഇയാൾ എൻ്റെ പൊന്നെ കേട്ടാ, ബാഗ് മാത്രം വാങ്ങിക്കാനാണ് ചേട്ടൻ വന്നേ. എന്തൊരു കഷ്ടത്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഗൈസ്. എല്ലാവർക്കും ഹാപ്പി ഓണം. നാളെയാണ് ഓണം. എല്ലാവർക്കും ഒരു ഹാപ്പി അഡ്വാൻസ് ഓണം ആശംസകൾ. ഹാപ്പി ഓണം. ഇവിടെ വന്ന ആൾക്കാർക്ക് നമുക്ക് ഹാപ്പി ഓണം. അതെ, ജീൻസ് വെച്ച് വിൽക്കാണ്ട് ഗൈസ്. നമുക്ക് അതെടുത്ത് വിൽക്കാം. ജീൻസ് ഇവിടെ കുറേ ഉണ്ടായിരുന്നതാണ്. നമുക്ക് ജീൻസ് ഒരു ചേച്ചി കൊണ്ട് ഒരു പല ഹാപ്പി ഓണം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് എല്ലാവരുടെ അടുത്ത് ഹാപ്പി ഓണം പറയാട്ടോ ഗൈസ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക എല്ലാവരും. ഈ പൈലറ്റ് പേനിന് ഒടുക്കത്തെ പൈസ ഉണ്ട് ഗൈസ്. 311. യു ആർ എക്സ്ട്രീംലി ഗുഡ് പേഴ്സൺ. ബിക്കോസ് ആദ്യമായിട്ടാണ് ഒരു ആൾ 300 ഇതിന് ആദ്യമായിട്ടാണ് എൻ്റെ കടയിൽ നിന്ന് ഒരാളിത് വാങ്ങിക്കണത്. കൂടിപ്പോയി 200 അത്ര വന്നിട്ടുള്ളൂ. ഇത് ആദ്യമായിട്ടാണ് 300 വന്നത്. ഐ എം പ്രൗഡ് ഓഫ് യു പോയി. പ്രോബ്ലം നമുക്ക് ഇച്ചിരി സാധനം എൻ്റെ പൊന്നെ പറഞ്ഞു തന്നപ്പോഴേക്കും 986.57 നമുക്ക് പുതിയ സാധനം എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുമോ നോക്കാം. ചേച്ചി ഹായ് ചേച്ചി. ഹാപ്പി ഓണം ചേട്ടാ. ഹാപ്പി ഓണം. ഓണായിട്ട് പായസം കൊണ്ടില്ലേ? എന്താ ചേട്ടൊന്നും മിണ്ടാടെ പോണേ? ശരി ചേട്ടാ, മനസ്സിലാവുന്നുണ്ട്. ഓക്കെ ചേട്ടാ. ഓക്കെ ചേട്ടാ ഹാപ്പി ഓണം. ഹാപ്പി ഓണം.
ഹാപ്പി വേണം. കുറേ നാളെല്ലാം കണ്ടിട്ട് ചേട്ടാ. ചേച്ചിയല്ലേ ഫസ്റ്റ് ഇവിടുന്ന് വന്ന് വാങ്ങിച്ചേ? കട തുടങ്ങിയപ്പോൾ ചേച്ചിയാണ് വന്ന് വാങ്ങിച്ചേ. ഞാൻ തുടങ്ങിയപ്പോൾ ഒന്നുമില്ലാതെ ഇരുന്ന ഈ കടേനെ ചേച്ചിയാണ് വലുതാക്കിയത്. ബൈ ചേച്ചി, ഹാപ്പി ഓണം ചേച്ചി. പൈസ അത്യാവശ്യം ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ആവശ്യമുള്ള ആവശ്യം ഫുള്ളും കൺഫ്യൂഷനായില്ല. ആവശ്യത്തിനുള്ള പൈസ ആയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ നമുക്ക് ഈ പൈസ മതിയാവും. അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഇച്ചിരി നേരം ഇതെഴുതാൻ നമുക്ക് പൈസ കിട്ടും. നമുക്ക് കുഴപ്പമില്ല. ഹാപ്പി ഓണം ചേട്ടാ, ഹാപ്പി ഓണം. അവിടെ ചേച്ചി ഉണ്ട്. ഹാപ്പി ഓണം ചേച്ചി, ഹാപ്പി ഓണം ചേച്ചി, ഹാപ്പി ഓണം മുത്തശ്ശനാണോ ചേട്ടനാണോ? ദൈവമേ, കണ്ണുപിടിക്കണല്ലേ. ചേട്ടനാന്ന് തോന്നുന്നത്. ഹാപ്പി ഓണം ചേട്ടാ. അടുത്ത ദിവസത്തേക്ക് നമുക്ക് അടുത്ത ദിവസത്തേക്ക് സ്കിപ്പ് ചെയ്യാം ഗൈസ്. കമോൺ, അതുകൊണ്ട് ആദ്യം ഇത് കയറിയിട്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് കട അടച്ചിട്ട് എന്തെങ്കിലും സാധനം വാങ്ങിക്കാം. അതൊക്കെ ഇപ്പോൾ ഈ ജാക്കറ്റ് അല്ല കേട്ടോ. ഇത് മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ഗെയിം കളിക്കണേ. അപ്പോൾ ആദ്യം കളിച്ചപ്പോൾ എനിക്ക് ഈ ജാക്കറ്റിനെ കുറിച്ച് അറിയില്ലായിരുന്നു. ഇപ്പം മനസ്സിലായില്ല. സൂപ്പർ ജാക്കറ്റാണിത്. ഒടുക്കത്തൊരു കിഡിലോസ്കി ജാക്കറ്റാണ്. ബാഗിന് കൊടുക്കത്ത പൈസ ഉണ്ട് ഗൈസ്. ബാഗൊക്കെ ഭയങ്കര പൈസയാണ്. ഇപ്പം എന്ത് ചെയ്യുന്ന ആലോചിക്കണേ? വാങ്ങിക്കാൻ 412 രൂപയ്ക്ക് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ നോക്കണം. അതെ, നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കണമല്ലോ. ആ ബാസ്കറ്റ് ബോളിൻ്റെ ഇതെടുക്കാൻ നല്ലതാണ്. ഇനി നമുക്ക് ഫർണിച്ചേഴ്സിലേക്ക് പോവാം. ഫർണിച്ചേഴ്സ് നെക്കിയിട്ട് വന്നില്ലല്ലോ. നെക്ക് അത് പേ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഫർണിച്ചേഴ്സ് എന്താ പറയാഞ്ഞേ? ഇനി നമുക്ക് ഫർണിച്ചേഴ്സ് എടുക്കാം ഗൈസ്. എനിക്ക് തെറ്റിപ്പോയതാണ്. അപ്പോൾ നമുക്ക് ഫർണിച്ചേഴ്സ് എടുത്തിട്ട് നേരത്തെ ഒരു വലുത് വാങ്ങിച്ചില്ലേ, അതിൻ്റെ ചെറുത് നമ്മൾ വാങ്ങിക്കാൻ പോവാണ്. ഇവിടെ നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അതിൻ്റെ കൂടെ ഇവിടുത്തെ വണ്ടിയുടെ സൗണ്ട് കേൾക്കാട്ടെ, അന്ന് ക്ഷമിക്കണം. ഐ ആം എക്സ്ട്രീംലി സോറി. എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളാരും ഒന്നും തോന്നരുത്. ഇവിടെ അങ്ങനൊരു അന്തരീക്ഷമാണ്. നമുക്കിത് ബാഗൊക്കെ വയ്ക്കാം, ഓരോ സാധനങ്ങൾ വെക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ ഡസ്റ്റ്ബിന്നിൽ കൊണ്ടുവന്നിടാം എൻ്റെ കവറ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇതേ നമുക്ക് അടുത്ത ബാഗ് കിട്ടിയിട്ടുണ്ട്. അടുത്ത ബാഗ് എടുത്തുകൊണ്ട് അടുത്ത ബാഗ് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. എന്നാലും കുഴപ്പമില്ല. അവരൊക്കെ അവിടെ വന്നിട്ടുണ്ടാവും എന്തോ. കസ്റ്റം ബേസേ എന്താ എപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു വാക്കാണ് കസ്റ്റം. ഇതിലാത്ത ആൾക്കാർ വന്നിട്ടുണ്ടാവും, അത്രയും പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ഈ ടീഷർട്ട് ഫസ്റ്റ് ഞാൻ കളിച്ചു തുടങ്ങിയപ്പോൾ ഈ ടീഷർട്ട് സൂപ്പറായിരുന്നു എനിക്ക്. ഈ ടീഷർട്ട് എനിക്കിഷ്ടമാണ്, എന്നാലും കുഴപ്പമില്ലാത്തൊരു. ഇതെന്തിങ്ങനെ വീഴാത്തയാവോ? നല്ല ടീഷർട്ട് ഇതെന്ത് വീഴാത്തേ? ഇതിനെന്തോ പറ്റിയിട്ടുണ്ട് കാര്യമായിട്ട്. അടുത്ത നേരത്തെ കഴിഞ്ഞാലേ ശരിയാവുള്ളൂ അല്ലേ? ഈ ജാക്കറ്റാണോ ഡ്രസ്സാണോ എന്താണോന്ന് എനിക്ക് പോലും ഇതിലായിട്ടും മനസ്സിലായിട്ടില്ല കളിച്ചുകൊണ്ടിരുന്ന എനിക്ക്. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ വേഗം പറയണം, അതാണ് നല്ലത്. ഇപ്പം ഇനി വരാൻ പോകുന്നത് ഓണത്തിന് ഉണ്ടാവില്ല. ഓണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. ഓണത്തിനൊരു വീഡിയോ ഉണ്ടാവും. അത് സ്കൈയുടെ സെക്കൻഡ് പാർട്ടായിരിക്കും. സ്കൈ ഒരാൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായി സ്കൈയുടെ സെക്കൻഡ് പാർട്ട് വേണമെന്ന്. ഒറ്റൊരാൾ പറഞ്ഞിട്ടുണ്ടായി സ്കൈയുടെ സെക്കൻഡ് പാർട്ട് വേണം. അതുകൊണ്ട് തന്നെ സ്കൈയുടെ സെക്കൻഡ് പാർട്ട് എന്തായാലും ഓണത്തിന് അന്ന് അല്ലെങ്കിൽ ഓണം കഴിഞ്ഞിട്ട് ഞാൻ ഇടുന്നതായിരിക്കും എന്തായാലും. അതോടൊപ്പം തന്നെ ഫിഫയുടെ ഞാൻ പുതിയൊരു സീസൺ തുടങ്ങാമെന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഫിഫയുടെ അതിന് പൈസ ഇട്ട് ഞാൻ ബാക്കിയുള്ള കേട്ടോ പൈസ ഇട്ട് കോൺസെൻട്രേഷൻ ബോളിങ്. ഫിഫയുടെ പുതിയൊരു സീസൺ ഞാൻ തുടങ്ങാൻ പോവാണ്, FIFA 24. അത് ഒന്നെങ്കിൽ ചിലപ്പോൾ FIFA 25 വരെ അത് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് FIFA 25 നമ്മൾ വീണ്ടും തുടങ്ങിയിട്ട് നമ്മുടെ തന്നെ ടീമിനെ ഉണ്ടാക്കുക. അതാണ് എൻ്റെ പ്ലാൻ. പിന്നെ അന്നിട്ട് ആ വീഡിയോയിലത്തെ ടീം പോയെന്തോ പറ്റി. പിന്നെ ഞാൻ രണ്ടാമത് തുടങ്ങിയിട്ടുണ്ടായി. അതിൽ നല്ല പ്ലേയേഴ്സ് ഉണ്ടായി. ജോട്ട ഉണ്ടായി, സ്ലോട്ടർ ബാക്ക് ഉണ്ടായി,
പിന്നെ കുറേ ഐക്കോൺസ് ഉണ്ടായി, പിന്നെ ഷോബോത്ത് ഉണ്ടായി. പിന്നെ അതിൽ കണ്ടൊരു കാര്യം കേട്ടോ, ബംഗളൂരു FC ഗോളിയായിരുന്നു എൻ്റെ ഫസ്റ്റ്. ആ ടീമിൻ്റെ ഗോളി ഗുർപ്രീതായിരുന്നു. അത് തന്നെ ആശ്ചര്യപ്പെടുത്തി. എങ്കിലും ഞാൻ ഫിഫയുടെ വീഡിയോ എന്തായാലും ഉണ്ടാകും. നമുക്ക്